ഹലോ, നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. സ്റ്റാർട്ടിങ് ഒരു ചായ തന്നെ ആവാം, കൂടെ കേക്ക് നുറുക്കുണ്ടിട്ടാ. അടുത്ത് നമ്മളെ പത്തിരിപ്പണി, അത് നമ്മളെ ചെറിയ നാത്തൂനിക്ക് വിട്ടുകൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കറിൻ്റെ പരിപാടിക്ക് ഒരുങ്ങാം. നല്ല ബീഫ് കറി നമ്മൾ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയും കൂടി വറുത്തരച്ച നമ്മളെ കറി സെറ്റാവും കേട്ടോ. നെക്സ്റ്റ് പത്തിരി ചുടലാട്ടോ, നമ്മളെ വലിയ നാത്തൂനെ ഏൽപ്പിച്ച്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാ. നല്ല ബീഫും പത്തിരിയും കൂടെ ചൂടുള്ള നല്ല ചായ. നെക്സ്റ്റ് നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മൾ സലാഡിൻ്റെ പരിപാടി. ഇനി നമുക്ക് ദം ബിരിയാണി ഒന്ന് സെറ്റാക്കി ഉച്ചക്കൊക്കെ. അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്നമ്മയും 3 മേമാരും ഓരോ കുട്ടികളും നാത്തൂമാരും കുട്ടികളും നല്ല അടിപൊളി ദിവസമാട്ടെന്നെ. ഒരു തലേന്ന് വന്നതുകൊണ്ട് ഇന്ന് ഉച്ചക്കാട്ടെ നമ്മളെ വിരുന്നൊരുക്കുന്നുണ്ട്. നമ്മൾ ചോറിൻ്റെ പ്രിപ്പറേഷൻ ആട്ടങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ നല്ല ദം ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുക്കാട്ടോ. ആദ്യം ചിക്കൻ ഒരു ഹാഫ് വേവിൽ നമ്മൾ പൊരിച്ചെടുത്താൽ മതി. ചിക്കൻ എന്താ നമുക്ക് ഇതുപോലെ സെറ്റായി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ചോറിനുള്ള മസാല കൊണ്ട് കൂട്ടൽ തുടങ്ങാം. ഉള്ളിയും തക്കാളിക്ക് നമ്മൾ അതിന് സെറ്റാക്കി വെച്ചിരിക്കണം. വെള്ളം തുടച്ചിടുന്നു. ഇനി ഏലക്കായി ഉപ്പും പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് സെറ്റാക്കാം. ചോറിൻ്റെ അരി നല്ലോണം കിഴി വെക്കാം. നല്ല കകണട്ടാ. ഇനി അത് കുടുക്കിയേക്ക് ഇടാം. ഒരു 90% വേവിച്ചെടുത്താൽ മതിട്ടാ. ബാക്കി നമ്മൾ ദമ്മിലിരുന്നാൽ നല്ല വെന്തോളും. അരി അടുപ്പിലിട്ടുകാണ്ട് നമ്മൾ ഇനി മസാലേൻ്റെ പരിപാടിക്ക് പോവാട്ടാ. ആദ്യം നെയ്യിട്ടോ, ഉള്ളി ഒന്ന് വാട്ടാനും വെച്ചിട്ടോ. വാടാൻ എളുപ്പത്തിന് കുറച്ച് നേരം മൂടി വെച്ചും ഇളക്കിക്കാണ്ടൊക്കെ കണ്ട് വാട്ടിയെടുക്കട്ടോ. ഉള്ളി നല്ല വാടിയിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. ഏകദേശം ഉള്ളി വാടിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ദം ബിരിയാണിക്ക് സാധാരണ തക്കാളി ഇല്ല കേട്ടോ, പക്ഷേ ഈ ദം ബിരിയാണിക്ക് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടു ഒരു ചേഞ്ച്. അപ്പം ഇനി നമുക്ക് തക്കാളി നല്ല വാട്ടാൻ വെക്കാം. തക്കാളിയും ഉള്ളിയും രണ്ടും കൂടി നല്ല മിക്സ് ആയിക്കാണ്ട് നല്ല വാടി വരും. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ല വാടി വന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ വലിയ നാത്തും എന്താ ചക്കപ്പരിപാടിയിലൊക്കെ കൂടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ തക്കാളി ഉള്ളിൽ നിന്ന് എല്ലാം വാടിക്കണം. നമ്മൾ കാര്യമായിട്ട് ഒരു മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ചേട്ടാ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി അരച്ച് വെച്ചാട്ടാ. അതിട്ടുകാണ്ട് നല്ല വാട്ടി കൊടുക്കട്ടാ. നല്ല ആ പച്ചമണൊക്കെ പോണ വരെ നല്ല ഇളക്കി കൊടുത്താൽ മതി. അതൊക്കെ ഒരു 2 നാരങ്ങ നീര് കൂടി ഒറ്റിച്ച് കൊടുക്കട്ടാ. ബാക്കി നമ്മളെ തൈരും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂട്ടാ. തൈര് ഏകദേശം ഒരു പാക്കറ്റ് എടുത്തുക്കണോ. അത് നല്ല മിക്സ് ചെയ്ത് സെറ്റാക്കിക്ക്. അതിക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കട്ടാ. ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല കേട്ടാ. ഞാൻ അതൊന്ന് നല്ല മിക്സ് ചെയ്യാൻ വേണ്ടി വെക്കുക. 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ അതും സെറ്റാവും. ഇനി നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ടാൽ മതി. നമ്മളെ പാകത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഇതൊക്കെ നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ഉള്ളിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടാ. അതിക്ക് കുറച്ച് ചപ്പിട്ട് നല്ല ഇളക്കി കൊടുക്കുക. നല്ല മിക്സായ ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കട്ടാ. ഇറച്ചി മസാല മിക്സ് ആവുന്ന വരെ ഒരു 3-4 മിനിറ്റ് നമുക്കത് മൂടി വെക്കട്ടാ. ഇടയിലൊന്നും നമുക്ക് ഇളക്കി കൊടുക്കട്ടെ, അടി പിടിച്ചാൽ വെക്കാൻ. അപ്പോൾ നമ്മൾ മസാല സെറ്റ് ആയിക്കണം കേട്ടാ. അപ്പോഴത്തും നമ്മളെ ചോറ് ഏകദേശം വെന്തിക്കിട്ടാ. ഊറ്റി വെച്ച ചോറിൽ പൗതി നമുക്ക് ഇട്ട് കൊടുത്തുകാണ്ട് കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ പൗതി ചോറ് ഇട്ട് കൊടുത്താൽ മതിയേ. ഏകദേശം ഒരു പൗതി ചോറൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് സെറ്റാക്കിക്കണേ. അതൊക്കെ നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിന് കേട്ടോ. ഉള്ളി കുറച്ച് ആ ഉള്ളിയും പിന്നെ ചപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മിക്സാക്കിയാണ്ട് ഇട്ട് കൊടുത്തു. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടാ. നമുക്കിനി ലാസ്റ്റ് മേലും കൂടി ഇങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടിയാണ് ചെയ്യാം. ബാക്കിയുള്ള പകുതി ചോറ് നമുക്ക് നല്ല ദമ്മാക്കി ഇട്ട് കൊടുക്കട്ടെ. ആ ചോറ് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി നമുക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചപ്പൊക്കെ മിക്സ് ചെയ്ത് കാണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം. ഇനി പൊരിച്ച ഉള്ളി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അതിൻ്റെ പണ്ടി മുന്തിരിയും ചപ്പും ഒക്കെ മിക്സാക്കി ഒന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇനി മേലെ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ പൊരിച്ച് വെച്ച് ചിക്കൻ്റെ എണ്ണയിൽ ഒരു 2 സ്പൂൺ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ സെറ്റ് ആക്കണേ. ഇനി എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ഇന്ന് ഫുള്ള് വൈബ് തന്നെ. ബിരിയാണി ചിക്കൻ ഫ്രൈ അതൊരു രസമാണല്ലോ. അപ്പോൾ നമ്മൾ സൈഡ് ആയിക്കാണ്ട് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിക്കുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ ഏകദേശം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ട്രിപ്പായിട്ട് തന്നെയിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒരു സൈഡ് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതുണ്ട്.
അങ്ങനെ നമ്മൾ ചിക്കൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുട്ടികളെല്ലാവരും കൂടി കുറേ നേരമായിട്ട് പുറത്ത് പോകാൻ തിരക്കൂടണം. അപ്പോൾ ഓരോറ്റൊന്ന് പുറത്ത് പോയി എന്നപ്പോൾ നമുക്ക് നല്ല അടിപൊളി സാധനം കിട്ടിയിരിക്കണം. നല്ല ഉപ്പിലിട്ട മാങ്ങി നെല്ലിക്ക. നമ്മളെല്ലാവരും കൂടി അതൊക്കെ അപ്പം തന്നെ തിന്ന് തീർത്തിട്ടാണ്. ഉപ്പിലിട്ട് കണ്ടാൽ പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി നമ്മളെ ദമ്മ് പൊട്ടിക്കാം. നമ്മളെ ചോറ് നല്ല മിക്സ് ആവണം കേട്ടോ. നമ്മളെ അടിയിലുള്ള മസാലയും ചോറൊക്കെ നല്ല മിക്സായി കിട്ടണം നമുക്കിനി. അപ്പോൾ നമ്മൾ നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തെ നമ്മൾ ഉച്ചക്കത്തുള്ള ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു. അതൊക്കെ ടേബിളിൽ ഒന്ന് സെറ്റാക്കി നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും പുറത്തെവിടെയെങ്കിലും പോകണമെന്നായി. അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടിക്കാണ്ട് നമ്മളെടുത്തുള്ള പാലം കാണാൻ പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും അവിടെ പോയി 2 ഫോട്ടോ എടുക്കുമ്പോൾ രസം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനെ നമ്മളെ കാലാവസ്ഥ ആകെ മാറി. നല്ല മയക്കുള്ള നമ്മൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. അപ്പോഴത്തേനും നമ്മളെ മായമാർക്ക് പോകാൻ സമയമായി. ഓക്കെ ബൈ.